കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ എപ്പോഴും സജീവമായി നിൽക്കുന്ന മണ്ണാണ് വടകര. എന്നാൽ നിർഭാഗ്യവശാൽ ആശയങ്ങളുടെ പോരാട്ടത്തിനപ്പുറം കായികമായ ഏറ്റുമുട്ടലുകളുടെ വാർത്തയാണ് ഇപ്പോൾ വടകരയിൽ നിന്ന് പുറത്തു വരുന്നത്. വടകര തിരുവല്ലൂരിൽ മുസ്ലിം ലീഗ് CPM പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷം വെറുമൊരു പ്രാദേശിക തർക്കമല്ല, മറിച്ച് വരാനിരിക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങളുടെയും മുൻപുണ്ടായ വാശിയേറിയ തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങളുടെയും ബാക്കി പത്രമാണ്. വടകര മേഖലയിലെ രാഷ്ട്രീയ ചരിത്രവും സമീപകാലത്തെ തിരഞ്ഞെടുപ്പ് മത്സരങ്ങളുമാണ് ഈ സംഘർഷത്തിന്റെ അടിസ്ഥാന കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. തിരുവള്ളൂർ പോലെയുള്ള ഗ്രാമീണ മേഖലയിൽ തങ്ങളുടെ സാന്നിധ്യം നിലനിർത്താൻ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ വലിയ മത്സരങ്ങൾ നടക്കാറുണ്ട്. ഓരോ വാർഡിലും പാർട്ടി കമ്മിറ്റികൾ സജീവമാക്കുന്നതും വോട്ടർമാരെ ഒപ്പം നിർത്തുന്നതും സംബന്ധിച്ച തർക്കങ്ങൾ പലപ്പോഴും ഇത്തരം സംഘർഷങ്ങൾക്ക് വഴിമരുന്നിടുന്നു. വടകര മണ്ഡലം രാഷ്ട്രീയമായി ഏറെ പ്രസക്തിയുള്ള ഒന്നായതിനാൽ ഓരോ ചെറിയ വിഷയവും വലിയ ചർച്ചകൾക്കും ഏറ്റുമുട്ടലുകൾക്കും കാരണമാകുന്നു. തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായ ചില അനിഷ്ട സംഭവങ്ങളുടെ പേരിൽ ഇരു വിഭാഗത്തിനുമിടയിൽ അവിശ്വാസം നിലനിന്നിരുന്നു. മുമ്പ് നടന്ന തർക്കങ്ങളിൽ പോലീസ് കേസുകളും പ്രാദേശികമായ വിലക്കുകളും ഉണ്ടായിരുന്നു. ഇതിന്റെ ബാക്കി പത്രമെന്ന നിലയിൽ ചെറിയൊരു പ്രകോപനം പോലും വലിയ അക്രമത്തിലേക്ക് നയിക്കുന്ന സാഹചര്യം പ്രദേശത്തുണ്ടായി. നിലവിൽ കേരളത്തിലുടനീളം നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ സജീവമായ സാഹചര്യത്തിൽ ഓരോ വാർഡിലുമുള്ള വിജയപരാജയങ്ങൾ പ്രവർത്തകർക്കിടയിൽ വൈകാരികമായ പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. വടകരയിൽ ഉണ്ടായ ഈ സംഘർഷം അത്തരം രാഷ്ട്രീയ ധ്രുവീകരണത്തിന്റെ പ്രതിഫലനമാണ്. സംഘർഷത്തിൽ 3 മുസ്ലിം ലീഗ് പ്രവർത്തകർക്കും ഒരു CPM പ്രവർത്തകനും പരിക്കേറ്റു. സംഘർഷം നടന്ന ഉടൻ തന്നെ പരിക്കേറ്റവരെ സഹപ്രവർത്തകരും പോലീസും ചേർന്ന് സമീപത്തെ ആശുപത്രികളിൽ എത്തിച്ചു. പരിക്കേറ്റ മുസ്ലിം ലീഗ് പ്രവർത്തകൻ വടകരയിലെ സഹകരണ ആശുപത്രിയിലും CPM പ്രവർത്തകൻ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലുമാണ് ചികിത്സ തേടിയത്. നിലവിൽ പരിക്കേറ്റ ആരുടെയും നില ഗുരുതരമല്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രാഥമിക ശുശ്രൂഷകൾക്ക് ശേഷം ഇവരെ നിരീക്ഷണത്തിലാക്കി. കല്ലേറിലും കയ്യാങ്കളിയിലും ഉണ്ടായ നിസ്സാര പരിക്കുകളാണ് മിക്കവർക്കുമുള്ളത്. പരിക്കേറ്റവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കണ്ടാൽ അറിയുന്ന പ്രതികൾക്കെതിരെ പോലീസ് കേസെടുത്തു. ആശുപത്രി പരിസരങ്ങളിലും രാഷ്ട്രീയ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സംഘർഷത്തിന് പിന്നാലെ പോലീസ് നടത്തിയ കാര്യക്ഷമമായ ഇടപെടലുകളെ തുടർന്ന് തിരുവള്ളൂരിലെ സാഹചര്യം ഇപ്പോൾ ശാന്തമാണ്. അനിഷ്ട സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ തിരുവള്ളൂർ ടൗണിലും സമീപ പ്രദേശങ്ങളിലും വൻ പോലീസ് സന്നാഹത്തെയാണ് വിന്യസിച്ചിരിക്കുന്നത്. നിലവിൽ പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാത്രികാല പെട്രോളിംഗും പോലീസ് പരിശോധനയും ശക്തമാക്കിയിട്ടുണ്ട്. സംഘർഷവുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പരിക്കേറ്റ പ്രവർത്തകരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കുറ്റക്കാർക്കെതിരെ കേസെടുക്കുന്ന നടപടികളും പുരോഗമിക്കുകയാണ്. അക്രമത്തിൽ നേരിട്ട് പങ്കെടുത്തവരെ തിരിച്ചറിയാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ്. സംഘർഷമുണ്ടായ സമയത്തെ CCTV ദൃശ്യങ്ങൾ ഇതിനായി പരിശോധിക്കുന്നു. പ്രദേശത്തെ ജനങ്ങൾക്കിടയിലുള്ള ഭീതി ഇല്ലാതാക്കാൻ പോലീസ് പ്രത്യേക ശ്രദ്ധ നൽകുന്നുണ്ട്. രാഷ്ട്രീയമായ പ്രകോപനങ്ങൾ ഒഴിവാക്കാൻ ഇരു പാർട്ടികളുടെയും പ്രാദേശിക നേതാക്കൾക്ക് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കുന്നതിനായി സർവകക്ഷി യോഗങ്ങൾ വിളിച്ചു ചേർക്കുന്ന കാര്യം പ്രാദേശിക ഭരണകൂടത്തിന്റെ പരിഗണനയിലാണ്. സംഘർഷത്തെ തുടർന്ന് താൽക്കാലികമായി തടസ്സപ്പെട്ട ജനജീവിതം പതുക്കെ സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണ്. കടകമ്പോളങ്ങൾ തുറന്നു പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ജാഗ്രത തുടരുന്നുണ്ട്. വടകരയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് അസ്വസ്ഥതകൾ പടരാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികൾ ജില്ലാ ഭരണകൂടവും സ്വീകരിച്ചിട്ടുണ്ട്.